ശ്രീ തോമസ് റോയിയുടെ ഹൃദയജാലകം എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും ലോട്ടറിക്കാരൻ എന്ന കവിത. ആലാപനം സോമരാജൻ കൊട്ടാരക്കര. മുഖത്തു പതിച്ചൊരു വെളിച്ചം കൈ കൊണ്ടു മറച്ച് കണ്ണുകൾ മെല്ലെ ചിമ്മി തുറന്നു. ഓലക്കീറിൽ വിടവിലൂടെ താഴേക്ക് വരുന്നു വെളിച്ചം. തെല്ലുന്നു നേരം നോക്കിക്കിടന്നു. പാതിയെറിഞ്ഞ നോട്ടം വീടിന്റെ ഓലച്ചറ്റയിൽ ചാരിവച്ചൊരു ഊന്നുവടിയിൽ ഉടക്കി. നെഞ്ചിലൂടെ ഒരു പൊള്ളിയാൻ പോൽ ദീർഘനിശ്വാസം. വിറയാർന്ന കൈകളാൽ തേടിപ്പിടിച്ചൊരു ഊന്നുവടിയിൽ ബലം നൽകി. ഓരോ അടികൾ വച്ച് ചാരേത്തി നിശബ്ദമായി നോക്കി നിന്നൻ സഖിയെ. പക്ഷാഘാതം തീർത്ത ജീവിത ക്ലേശങ്ങളിൽ എന്തെന്നറിയാതെ ജീവിതയാനം തുഴയുകയാണവൾ. അറിയാതെ കണ്ണിൽ നിന്നും ഇറ്റുവീണ ചുടുകണങ്ങൾ മെല്ലെ തുടച്ചു. ആ കവിളുകളിൽ പതിയെ തലോടി യാത്രക്കിറങ്ങി. കോലായിൽ കമ്പിയിൽ കോർത്തിട്ട എല്ലും തോലും പുറത്തു കാട്ടിയ ഭാഗം അരയിൽ സൂക്ഷിച്ച ഏതാനും ലോട്ടറി ടിക്കറ്റുകളുമായി പാടവരമ്പിലൂടെ യാത്രയാരംഭിച്ചു. ഇടയ്ക്കിടെ ഊന്നുവടിയുടെ ഉന്നം തെറ്റി നടത്തത്തിനു വിഘ്നം വന്നിരുന്നെങ്കിലും മഞ്ഞുകണങ്ങൾ നിറഞ്ഞ പുൽക്കൊടിത്തുമ്പുകൾ കാൽപാദങ്ങളെ ഉമ്മ വയ്ക്കുമ്പോൾ വിഘ്നങ്ങൾ പുഷ്പാർച്ചനകളായി മാറി. കണ്ണിൽ കാണുന്നവരോടെല്ലാം ലോട്ടറി വേണമോ എന്ന് ചോദിച്ചും യാചിച്ചും ലോട്ടറി വിൽക്കാൻ ശ്രമിച്ചു. തെല്ലൊന്നു തളർന്നും നടത്തത്തിന് വേഗം കുറഞ്ഞു. മുന്നിൽ കാണുന്ന പൈപ്പിൻ ചുവട്ടിൽ കൈനീട്ടി രണ്ടു കവിൾ വെള്ളം കുടിച്ചും അടുത്തൊരാൾ മരച്ചുവട്ടിൽ പതിയൊരു വേരിലിരുന്നു. മക്കളുണ്ട്, ബന്ധുക്കളുണ്ട്, എങ്കിലും നമ്മൾ അനാഥമാകുന്നതെന്തേ? ചിന്തകൾ കഴുകനെ പോലെ ചിറകടിച്ചു പറന്നു. ഭൂതകാലത്തിലേതോ വർഷാന്തര വഴികളിലൂടെ ഉറ്റവർക്ക് അന്തസ്സും ജോലി തിരക്കും സമയമില്ലായ്മയുമാവാം നമ്മുടെ
ഒറ്റപ്പെടലിനാധാരം. ചിന്തകൾ തൻ നെടുവീർപ്പുകൾ നിശ്വാസങ്ങളായി ഒഴുകുമ്പോൾ വീണ്ടും യാത്ര തുടരുന്നു പച്ചയാം ജീവിത വഴികളിൽ. ഈ യാത്ര ഈ ലോട്ടറി വിൽപ്പന വിശപ്പടക്കാനല്ല, ഒരു നേരത്തെ അന്നത്തിനായുള്ള യാത്രയല്ല. മനസ്സൊന്നു നീറി മുന്നോട്ടു നീങ്ങി ഇംഗ്ലീഷ് മരുന്നുകൾ ബോർഡ് കണ്ട പീടിക മുന്നിലെത്തി. ഇടതു കൈത്തണ്ടയിൽ തൂക്കിയ സിപ്പ് പൊടിഞ്ഞ ബാഗിൽ നിന്നും മുഷിഞ്ഞൊരു തുണ്ടു കടലാസ് കഷ്ണം പുറത്തെടുത്തു അതിൽ കുറിച്ച മരുന്നുകൾ വാങ്ങി കടക്കാരൻ പറഞ്ഞ പണം എണ്ണി നൽകി. കക്ഷത്തിൽ സൂക്ഷിച്ച ഊന്നുവടിയിൽ വീണ്ടും മടക്കയാത്ര തുടങ്ങി. നേരം വളരെ വൈകിയില്ലെങ്കിലും വീട്ടിലെത്തുവാൻ മനസ്സിന് ത്വര കൂടി. ഏറെ നേരത്തെ യാത്രയ്ക്കൊടുവിൽ മരുന്നുമായി വീട്ടിലെത്തി. താനെത്തിയതവൾ അറിഞ്ഞില്ലേ, ഒരു നോട്ടം തന്നിലേക്കെത്തിയില്ലല്ലോ. മയക്കത്തിലാകുമെന്ന് നനച്ച് മരുന്നും വെള്ളവും എടുത്ത് സ്നേഹമായി കേകുവാൻ അരികിലെത്തി. പതിയെ പേരു ചൊല്ലി വിളിച്ചെങ്കിലും അനക്കമില്ല. തോളിലൊന്നു തട്ടി നോക്കി വിളിച്ചുണർത്താൻ ഒന്നുകൂടി വിളിച്ചു നോക്കി, അനക്കമില്ല. ഉള്ളിലൊരു ഇടിമിന്നൽ പിണർപാഞ്ഞു. മരണത്തിൻ ശീൽക്കാരങ്ങൾ കാതുകളിൽ. ഇപ്പോഴെന്തിനോ ഞാനീ അവസ്ഥയിൽ ഈ ലോട്ടറി വിൽക്കുവാൻ തുനിഞ്ഞു. ഇനി വിൽക്കുവാൻ പോകേണ്ടതില്ല, അവൾക്കിനി മരുന്നു വാങ്ങേണ്ടുന്ന ആവശ്യമില്ലല്ലോ. ഹൃദയഭിത്തികളെ കീറി മുറിക്കും ദുഃഖം വാർന്നൊഴുകി കണ്ണിലൂടെ കണ്ണുനീരായി പിന്നെ ഒരു പുഴയായി. ഉള്ളിലൊരു ഇടിമിന്നൽ പിണർപാഞ്ഞു. മരണത്തിൻ ശീൽക്കാരങ്ങൾ കാതുകളിൽ. ഇപ്പോഴെന്തിനോ ഞാൻ ഈ അവസ്ഥയിൽ ഈ ലോട്ടറി വിൽക്കുവാൻ തുനിഞ്ഞു. ഇനി വിൽക്കുവാൻ പോകേണ്ടതില്ല, അവൾക്കിനി മരുന്നു വാങ്ങേണ്ടുന്ന ആവശ്യമില്ലല്ലോ. ഹൃദയഭിത്തികളെ കീറി മുറിക്കും ദുഃഖം വാർന്നൊഴുകി കണ്ണിലൂടെ കണ്ണുനീരായി പിന്നെ ഒരു പുഴയായി.